ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1291 ആണ്ട് മിഥുനമാസം 2-ാം തീയതി, അതായത് 2016 ജൂൺ മാസം 16-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് 41 നാഴിക ചോതിയും ബാക്കി വിശാഖവുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ, നമുക്ക് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഗുരുനാഥനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. ഏറെ സ്നേഹാദരങ്ങളോടെ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ നമുക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ബഹുമാനപ്പെട്ട ശർമാജി അറിയുന്നതിന്, ഞാൻ എറണാകുളത്ത് നിന്നാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ മകൻ്റെ കാര്യം അറിയുന്നതിന് വേണ്ടിയാണ്. ദുബായിൽ ജോലി ചെയ്യുന്ന മകൻ്റെ ജോലി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നഷ്ടപ്പെട്ടിരുന്നു. ഈ ഫെബ്രുവരിയിൽ പുതിയ ജോലി കിട്ടി. സെയിൽസിലാണ് ജോലി. വളരെ അലച്ചിലാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ മകൻ പറയുന്നു. മനസ്സും അടുത്തതുപോലെയാണ്. ഡിഗ്രി കഴിഞ്ഞ് ഉപരിപഠനത്തിന് ശ്രമിക്കുമ്പോഴും ഓരോ തടസ്സങ്ങളാണ്. ഈ ജോലിയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാകുമോ? ജോയിൻ ചെയ്തപ്പോൾ പറഞ്ഞ സാലറി കൊടുക്കുന്നുമില്ല. മോൻ്റെ ജനന വിവരങ്ങൾ താഴെ ചേർക്കുന്നു. ശർമാജി ദയവായി ഇതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രഹനിലയിൽ മേടലഗ്നം, ലഗ്നാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നത് വലിയ യോഗമാണ്. ഇപ്പോൾ ഗോചരവശാൽ കണ്ടക വ്യാഴവും കണ്ടക ശനിയും നിൽക്കുന്ന കാലമാണ് ഇടവക്കൂറുകാർക്ക്. കാർത്തികയുടെ ഒടുവിലത്തെ 45 നാഴികയും രോഹിണിയും മകയിലും ആദ്യത്തെ 30 നാഴികയും ചേരുന്ന 2.25 നക്ഷത്രക്കാർ ഇടവരാശിയാണ്. ഇടവരാശിക്കാർക്ക് 2016 ആഗസ്റ്റ് മാസം പകുതി വരെ കണ്ടക വ്യാഴവും ശേഷം പഞ്ചമ വ്യാഴവുമാണ്. എന്താണ് കണ്ടക വ്യാഴം? 4-ാം ഭാവത്തിൽ, ജനിച്ച രാശിയുടെ 4-ാം ഭാവത്തിലും ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടക ശനിയും വ്യാഴം സഞ്ചരിക്കുന്ന കാലം കണ്ടക വ്യാഴവുമാണ്. കണ്ടക വ്യാഴം എന്ന് പറയുമ്പം ആ വ്യാഴത്തിന് ബലം കുറയും എന്നർത്ഥം. അതായത് കഴിവിനും അർഹതയ്ക്കും അധ്വാനത്തിനും യോഗ്യതയ്ക്കും പരിശ്രമത്തിനും ഉറപ്പിച്ച് തീരുമാനിച്ച വ്യവസ്ഥാപിതമായ കാര്യാദികൾക്ക് വിഘ്നം വരികയോ അതിനനുസരിച്ച് അധികാരികളിൽ നിന്ന് ഉള്ള പ്രതിഫലം ലഭിക്കാതെ വരികയോ സേവന വേതന സൗഭാഗ്യത്തിന് മങ്ങൽ വരികയോ അതാണ് കണ്ടക വ്യാഴം. അതിൻ്റെ കൂടെ കണ്ടകശനി, അതായത് ജനിച്ച രാശിയുടെ 4-ാം രാശിയിലും 7-ാം രാശിയിലും 10-ാം രാശിയിലും ശനി 2.5 കൊല്ലം വീതം സഞ്ചരിക്കുന്ന കാലം കണ്ടകൻ എന്ന് അറിഞ്ഞുകൊള്ളുക നിശ്ചയം. അതായത് ഇടവക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ചും രോഹിണി നക്ഷത്രക്കാർക്ക് കണ്ടക വ്യാഴവും കണ്ടക ശനിയും ഒന്നിച്ചനുഭവിക്കുന്ന കാലം. പൊതുവെ കഷ്ടപ്പെടുന്നതിന് അനുസരിച്ചുള്ള ഫലം ഈ സമയത്ത് ലഭ്യമല്ല. എന്നാൽ 2016 ആഗസ്റ്റ് മാസം പകുതി കഴിയുന്നതോടുകൂടി വ്യാഴഗ്രഹം സർവേശ്വരകാരകനായ സർവഗ്രഹങ്ങൾക്കും മേൽ സൂപ്പർ നാറ്റർ പകുതി ഉള്ള ഈ വ്യാഴഗ്രഹം, അതായത് ജൂപ്പിറ്റർ, ബൃഹസ്പതി എന്നൊക്കെ പറയുന്ന വ്യാഴഗ്രഹം പഞ്ചമത്തിലോട്ട് വരും. പഞ്ചമത്തിലോട്ട് വരുമ്പോൾ ഇവിടെ നാം ജോലി ചെയ്ത ആ കഴിവിനെ മുൻനിർത്തി ആ പ്രസ്ഥാനത്തിൻ്റെ അധികാരികൾ അംഗീകരിക്കുകയും അർഹമായ സ്ഥാനം കൊടുക്കുകയും ശമ്പളം വർദ്ധിപ്പിക്കുകയും സർവോപരി വ്യക്തിയെ അംഗീകരിക്കുകയും ചെയ്യും. എങ്കിലും മഴ പെയ്ത് കഴിഞ്ഞ് മരം വെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെയും ഈ ആഗസ്റ്റ് മാസം പകുതി കഴിഞ്ഞ് വ്യാഴം പ്രവേശിക്കുന്നുവെങ്കിലും നമ്മുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ പരിഹാരങ്ങളെ ആകുന്നുള്ളൂ. അവയിൽ നിന്ന് നാം 2 വർഷം കഷ്ടപ്പെട്ടതിൻ്റെതായ ആ ഫലം കിട്ടണമെങ്കിൽ മിനിമം ഒരു 2-3 മാസം കൂടെ നമ്മളതിനു വേണ്ടി കാത്തു നിൽക്കേണ്ടി വരും. എന്നാൽ ചില ആളുകൾക്ക്, അതായത് ജാതകനിലയിൽ ഗ്രഹനിലയിൽ കേസരി, ഗജകേസരി, ഹംസ, മഹാഭാഗ്യ യോഗാദികളും വിശിഷ്യ യോഗങ്ങളും ഉള്ളവർക്ക് ഈ വ്യാഴഗ്രഹം പ്രവേശിക്കുന്നതിന് മുൻപ് ചിലപ്പോൾ മെയ് ജൂൺ മാസം മുതൽ, അതായത് ഈ മാസം മുതൽ ചില അനുകൂലമായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. ഈ കത്തിലും ഇതിൻ്റെ ചോദ്യത്തിലും അതുതന്നെയാണ് ഉത്തരം. കാരണം ഇദ്ദേഹത്തിന് വ്യാഴഗ്രഹം കേസരിയായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഇടവത്തിലാണ് കേസരി. ഇടവമാസമായ ഈ മാസം തന്നെ ഗുണഗണങ്ങൾ ഉണ്ടാവാനുള്ള സൂചനകൾ. അതുകൊണ്ടാണ് ഈ കത്ത്
ഇപ്പോൾ ഇവിടെ കിട്ടിയതും വായിക്കാനും അങ്ങ് ശ്രമിക്കുവാനും ഒരു പക്ഷേ ഇതിൻ്റെ ഭാവി കാര്യങ്ങളെല്ലാം നടപടി വരുവാനും ഉള്ള സമയം. ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മാ ശിവോ മേ അസ്തു സദാശിവോം തൽപുരുഷായ വിൽമഹേ മഹാദേവായ ധീമഹേ തന്നോ രുദ്ര പ്രചോദയാൽ അഘോരേഭ്യോ ഘോരേഭ്യോ ഘോര ഘോരധരേഭ്യശ്ച സർവദ സർവസർവേഭ്യോ നമസ്തേ അസ്തു രുദ്രരൂപേഭ്യ വാമദേവായ നമോ ജ്യേഷ്ഠായ നമോ രുദ്രായ നമ കാലായ നമോ കലവികലനായ നമോ ബാലായ നമോ ബലവികലനായ നമോ ബലപ്രപഥനായ നമ സർവഭൂതദമനായ നമോ മനോന്മനായ നമ സദ്യോ ജാതം പ്രപദ്യാമി സദ്യോ ജാതായ വൈ നമ ഭവേ ഭവേ ആദിഭജേ ഭജസ്വ മാം ഭവോദ്ഭവായ നമ. ഇപ്രകാരമുള്ള പഞ്ചബ്രഹ്മങ്ങളെ കൊണ്ട് 8 ദിവസം ജലഗന്ധ പുഷ്പധൂപ ദീപജലാന്തം ശനി പത്മത്തിൽ ശനി എന്ന ദേവനെ സാങ്കല്പികപരമായി ചെയ്യുന്ന കർമ്മിയുടെ ഇടപിംഗള സുഷുമ്നിയിൽ നിന്ന് ചൈതന്യ ഷടാചാരചക്ര ഗ്രന്ഥികളെ ഭേദിച്ച് ശുദ്ധമാക്കി സാങ്കല്പികപരമായി എന്തിനാണോ ഈ ശനി പൂജ ചെയ്യുന്നത്, അത് ആർക്കു വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണോ എന്ന് സങ്കല്പിച്ച് അതിനെ പ്രതിഷ്ഠിച്ച് ഈ പറഞ്ഞ 8 ദിവസത്തെ ശനീശ്വര പൂജകൾ നടത്തി വന്നാൽ ഇപ്പോഴത്തെ ദോഷാഫലങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് വിമുക്തമാകുകയും ഗുണഫലങ്ങൾ ആഗസ്റ്റ് മാസത്തോടെ അല്ല അതിന് മുൻപ് തന്നെ ലഭ്യമാകുകയും ചെയ്യും. അതിൻ്റെ സൂചനയാണ് ഇടവമാസം 2 മധ്യം ആയപ്പോഴത്തേനും ഇതിൻ്റെ ഫലം വായിക്കാൻ തന്നെ ഇടയായത്. ഇപ്രകാരം ശനിക്ക് വേണ്ട പ്രതിവിധികൾ ചെയ്ത് സായുജ്യമടയുക. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് നേരിട്ട് ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം